എന്റെ വീട്ടിൽ കല്യാണങ്ങളുടെ ഘോഷയാത്ര ആയതുകൊണ്ട് മുടിയൊന്ന് സെറ്റാക്കാനായിട്ട് അതിലൊരു കല്യാണ പെണ്ണിന്റെ കൂടെ ഞാനൊന്ന് ബ്യൂട്ടി പാർലറിൽ പോയി. എന്റെ ലക്ഷ്യം ഹെയർ ഒന്ന് സ്പാ ചെയ്തിട്ട് മുടി ഒന്ന് ഫ്രണ്ടിൽ വെട്ടിയിടുക, അത്ര മാത്രമേ ഉള്ളൂ. ഇത് കല്യാണ പെണ്ണല്ല കേട്ടോ, കല്യാണ പെണ്ണിന്റെ അനീതിയാണ്. അവളും അതുപോലെ എന്തൊക്കെയോ ചെയ്തോണ്ടിരിക്കും. ഹെയർ സ്പാ ചെയ്യുമ്പോൾ നന്നായിട്ട് മസാജ് ചെയ്യുന്നുണ്ട്, ഉറങ്ങി വീഴാൻ മാത്രമാണ് പകുതി സമയവും ഞാൻ ആ ചേറിലിരുന്ന് കേട്ടോ. ചേച്ചി നന്നായിട്ട് എന്റെ തലമുടിയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് തരുന്നുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം എന്നെ ഇതുപോലെ ഒരു മുട്ടയുടെ ഉള്ളിൽ ഇരുത്തിയിട്ട് സ്റ്റീമിങ് ചെയ്തു. സ്റ്റീമിങ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, തലയുടെ ഉള്ളിലായിട്ടോ സ്കാൽപ്പിലായിട്ടോ സ്റ്റീം ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ എന്തായാലും നെറ്റിയൊക്കെ നന്നായിട്ട് ബ്യൂട്ടി പാർലറിലൊക്കെ പോകുമ്പോൾ മൂലക്ക് ഇതിരിക്കുന്ന കാണുമ്പോൾ തന്നെ ഞാൻ ആലോചിച്ചായിരുന്നു എനിക്ക് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്ന്. എന്തായാലും അതൊന്നും പറ്റിയിട്ടോ വലിയ കാര്യമൊന്നുമില്ല, സ്റ്റീം ചെയ്യുന്ന ഒരു സാധനം. അപ്പൊ അതിനൊരു 10-20-30 മിനിറ്റ് എന്നെ എടുത്ത് പുഴുങ്ങിയതിന് ശേഷം ഞാൻ വേറൊരു ചെയറിലേക്ക് മാറി. എന്റെ ഓപ്പോസിറ്റ് അപ്പൊ ഇവള് വന്നിരുന്ന് പെഡിക്യൂർ ചെയ്യാൻ തുടങ്ങി കേട്ടോ. എന്തായാലും അവളുടെ കാല് വൃത്തിയാക്കി കൊടുത്തോണ്ടിരിക്കുകയാണ്. അവിടെ രണ്ടുപേരും ഇരുന്ന് കഷ്ടപ്പെട്ട്. നിങ്ങൾ ആലോചിക്കും കല്യാണ പെണ്ണ് എവിടെയെന്ന്. കല്യാണ പെണ്ണിന് എണ്ണ പൊരിക്കാൻ പാത്തിന് ഡീറ്റാനിങ്ങും ഫേസ് പാക്കും ഒക്കെ തേച്ച് അകത്ത് കിടത്തേക്കാണ് ഒരു റൂമിൽ. അതുകൊണ്ടാണ് അവളെ കാണാത്തത്. പിന്നെ ഞാൻ മുടിയൊക്കെ മുടി വെട്ടിയപ്പോൾ ആ ഹെയർ സ്റ്റൈലിസ്റ്റ് എന്നോട് പറഞ്ഞു, ബാക്കിലും കൂടി ഒന്ന് വെട്ടിയിട്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു വെച്ചത്. അങ്ങനെ ഞാൻ ബാക്കിലും കൂടെ വെട്ടിയിട്ടോ. അവസാനം ഒരു ലെയർ കട്ടോട് കൂടിയാണ് ഞാൻ ആ ഷെയർ ചെയ്ത് എഴുന്നേറ്റത്. എന്തായാലും ഓവറോൾ ഹെയർ കട്ട് നല്ലായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല റിവ്യൂ ആണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും ഇത് വെസ്റ്റേൺ ലുക്കിന് പറ്റും, പക്ഷെ ട്രഡീഷണലിന് പറ്റില്ല. പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കെട്ടി വെച്ചു. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ.